നാം നമ്മുടെ നാമത്തിൽ അങ്ങയുടെ നാമത്തിന്റെ ധ്വനി ശ്രവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങയെ പ്രപഞ്ചം ശിവന്റെ നാമത്തിൽ വിളിക്കുമ്പോൾ നാമം ശിവനാമത്തിൽ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങയെ മഹാദേവ നാമത്തിൽ പ്രപഞ്ചം വിളിക്കുമ്പോൾ നമുക്കും മഹാദേവ നാമത്തിൽ അറിയപ്പെടണം. ഭഗവതി ഈ എല്ലാ നാമങ്ങളിലും അറിയപ്പെടുന്നതാണ്. എന്നാൽ നാം ഭഗവതിയെ പാർവതി എന്നേ വിളിക്കുകയുള്ളൂ. കാരണം നാം വിവാഹം കഴിച്ചത് പാർവതിയെയാണ്. സത്യം എന്തെന്നാൽ പാർവതി എന്ന നാമത്തിന് നമ്മുടെ നാമത്തിന്റെ ധ്വനിയുടെ യാതൊരു ആവശ്യകതയില്ല. ഇപ്പോൾ ശിവപാർവതി എന്ന ശബ്ദങ്ങളിൽ നിന്നൊരേ ധ്വനിയാണ് പുറത്തു വരുന്നത്, നമ്മുടെ പ്രേമത്തിന്റെ ധ്വനി. നമുക്ക് ആശ്ചര്യമാണ് തോന്നുന്നത്, ജ്ഞാനമൂർത്തിയായ മഹാദേവൻ എങ്ങനെ പ്രേമത്തിന്റെ കാര്യങ്ങൾ പറയുന്നു? പ്രേമത്തെക്കാൾ വലുതായി മറ്റേത് ജ്ഞാനമാണുള്ളത് പാർവതി? പ്രേമത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയുവാൻ കഴിയാത്ത ജ്ഞാനം, പ്രേമത്തിൽ നിന്നും വിമുഖത കാണിക്കുന്ന ജ്ഞാനം, അത് ജ്ഞാനമല്ല, അജ്ഞാനമാണ്. ഈ പ്രപഞ്ചത്തിന്റെ പ്രത്യേകമായ ജീവിത സൂത്രത്തെ മധുരതരമാക്കുന്ന ആധാരം പ്രേമം തന്നെയാണ്.